ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു വരുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സിനാരിയോയിൽ നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫാക്ടേഴ്സ് ചുറ്റുമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആ പ്രശ്നത്തിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അപ്പം നമുക്കൊരു പ്രശ്നമുണ്ട്, അതിന് കുറേ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും ഉണ്ട്. പ്രശ്നം തന്നെ ആവണമെന്നില്ല, നമുക്കൊരു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അപ്പം അതിന് കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ എന്താ പറയുക കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കാം ആ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, അല്ലേ? അപ്പം ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നടക്കുന്ന കോർ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പക്ഷേ എന്താണ് നമ്മളുടെ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ട്, എന്താണ് നമ്മൾ സോൾവ് ചെയ്യാനുള്ളത്, എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം. കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ആയതിനു ശേഷം നമുക്കത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയുണ്ട് എന്നുള്ള ഓപ്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ ഓപ്ഷൻസിനെയും ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കുറേ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്, ഏത് സെലക്ട്. അപ്പം നമ്മൾ ആക്ച്വൽ പ്രോബ്ലം എന്താണ്, അവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു കരിയർ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ അവിടെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിനായിട്ട് അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഐഡൻറ്റിഫിക്കേഷൻ നടന്നതിന് ശേഷം ഡിഫറെൻറ്റ് കരിയേഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്തു. അത് കഴിഞ്ഞ് ഓരോന്നും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം സെലക്ട് ചെയ്തു. ഇതാണ് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കോർ പ്രോസസ്സായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലുണ്ടാവുന്ന ഇൻഫ്ലുവൻസസ് ആൻഡ് ബയാസസ് ആണ്. ഇപ്പോൾ ഇൻഫ്ലുവൻസസ് ആൻഡ് ബയാസസ് എന്ന് പറയുമ്പോൾ, ഈ ഇമോഷൻസ് ആക്ടിവേറ്റ് ഹോട്ട് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് വൈൽ കൊഗ്നിറ്റീവ് ഓവർലോഡ് ട്രിഗേഴ്സ് ഷോർട്ട് കട്ട്സ്. ന്യൂറോസയൻസ് ടൈസ് പ്രീ ഫ്രോണ്ടൽ ഏരിയാസ് ടു വാല്യൂ ഇൻ്റഗ്രേഷൻ. എന്താ പറയുന്നത്, നമുക്കെപ്പോഴും ഒരു ഫങ്ഷൻ എന്താ പറയുക ഭയങ്കര ഹോട്ടായിട്ട് ഭയങ്കര പെട്ടെന്നായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസാണ്. നമ്മൾ ഇമോഷണലി ആണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്തൊന്നും നമ്മൾ ആരോടും റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല എന്ന്. അവിടെ നമ്മുടെ ഇമോഷൻ ഒരു സഡൻ ആക്ഷൻ എടുക്കും. പെട്ടെന്ന് ആക്ഷൻ എടുപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ഭയങ്കര കോഗ്നിറ്റീവ് ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ടുകളായിരിക്കും ചെയ്യുക. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എന്തെങ്കിലും എളുപ്പമാർഗ്ഗങ്ങൾ ചെയ്യും നമ്മൾ കോഗ്നിറ്റീവ് ഓവർലോഡ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു ന്യൂറോ സയൻസ് ആണ് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളുടെ ഈ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഡയറക്റ്റ്ലി എങ്കിലും കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഇൻഫ്ലുവൻസ്, ഇതുപോലുള്ള ഇമോഷണലി നമ്മളൊരു ഡിസിഷൻ എടുക്കാം, അപ്പോൾ ഇമോഷൻ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ ഭയങ്കര കോഗ്നിറ്റീവ് ഓവർലോഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാം, അപ്പോൾ കോഗ്നിറ്റീവ് ഓവർലോഡ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രയർ എക്സ്പീരിയൻസും നമ്മളുടെ ഒരു അനുഭവം അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അപ്പോൾ അതിന് ബയാസ് എന്ന് പറയും. ഇതിങ്ങനെ വരുള്ളൂ, ഇതിന്നെ പോലെ ആവും എന്നുള്ള നമ്മുടെ ഒരു ബയാസ് അതാവാം. അപ്പം ഇൻഫ്ലുവൻസുകളും ബയാസുകളും ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്ട്രാറ്റജി ചെയ്യും എന്നുള്ളതാണ്. മെറ്റാകോഗ്നിഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. വാട്ട് ഈസ് മെറ്റാകോഗ്നിഷൻ? നമ്മളുടെ തോട്ടിനെ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത്, നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ആ അസംഷൻസിനെയൊക്കെ നമുക്ക് സ്വയം ക്വസ്റ്റ്യനിങ് ചെയ്യാം. ഇന്നത് വർക്കൗട്ട് ആവുമോ, എൻ്റെ ഒരു സ്കില്ലും എൻ്റെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് ഈ പ്രൊഫഷൻ എനിക്ക് ഓക്കെ ആണോ? ഇങ്ങനെ നമ്മൾ ഓരോ പ്രൊഫഷനെ പറ്റിയിട്ടും അസംഷൻസ് എടുക്കുമ്പോൾ നമുക്ക് സെൽഫായിട്ട് ക്വസ്റ്റ്യനിങ് ചെയ്യാം. അതിനാണ് മെറ്റാകോഗ്നിഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് നമ്മളൊന്നും കൂടെ അതിലൊരു ഡീപ്പ് തിങ്കിങ് ആ സാധനത്തിലേക്ക് വരികയും ഡിസിഷൻ ബെറ്റർ ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത്.
നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിയൽ ലൈഫ് തൊട്ടിട്ട് നമ്മൾ ഒരു റിസർച്ച് ഏരിയ വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഡിസിഷൻ മേക്കിംഗ് നടത്താനായിട്ടുണ്ട്. കുറച്ച് ഡിസിഷൻ മേക്കിംഗ് തിയറീസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലാസിക്കൽ ഡിസിഷൻ തിയറിയാണ്. ക്ലാസിക്കൽ ഡിസിഷൻ തിയറീനെ നമ്മൾ നോർമാറ്റീവ് ഡിസിഷൻ തിയറി എന്നും പറയുന്നുണ്ട്. ഇവർ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഒപ്റ്റിമൽ ആക്ഷൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്കാണ് ഈ ഒരു ക്ലാസിക്കൽ ഡിസിഷൻ തിയറി നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം, പക്ഷേ അതൊരു അൺസർട്ടനിറ്റിയിലുള്ള ഒരു സമയത്താണ് നമുക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്തേക്ക് ഈ ഒരു ക്ലാസിക്കൽ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് തീരുമാനം എടുത്താൽ ഏറ്റവും നല്ല ഫലം കിട്ടും എന്ന് ആ ഒരു മോഡിൽ അല്ലെങ്കിൽ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ക്ലാസിക്കൽ ഡിസിഷൻ തിയറി പറയുന്നത്. ഇപ്പോൾ നമ്മൾ അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമുക്ക് എന്ത് വേണ്ടി വരുന്നത്, ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ മനുഷ്യന്മാർ സാധാരണയായിട്ട് നമുക്ക് ഭയങ്കര ലാഭം കൂടുതലുള്ളതും എന്നാൽ നഷ്ടം കുറവുള്ളതുമായിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് 2 ജോബ് ഓഫർ ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സാലറി ഒരു 25,000 ആണ്, പക്ഷെ വീടിൻ്റെ അടുത്താണ്, സ്ട്രെസ് ഒക്കെ വളരെ കുറവാണ്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സാലറി ഒരു 40,000 ഒക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് ദൂരെയാണ്, നമുക്ക് സ്ട്രെസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ 2 ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഓരോ ഓപ്ഷൻസും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യും. ഇതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷം എന്താണ്, ഇതിലെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് 2 ജോബിലും, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്താ ഉണ്ടാവുക, ഇതൊക്കെ താരതമ്യം ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നല്ലത് ഏതാണ് എന്ന് അങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. ഇതിനെയാണ് ക്ലാസിക്കൽ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. സിംപ്ലി നമ്മളെല്ലാവരും ലൈഫിൽ ചെയ്യുന്നത് തന്നെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ തിയറി, ക്ലാസിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ, മനുഷ്യൻ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഓരോ ഓപ്ഷൻസിനും നമുക്ക് എന്തായിരിക്കും നമ്മുടെ റിസൾട്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഏതിനാ കിട്ടുക എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇതേപോലത്തെ ഒരു എക്സാമ്പിളാണ്, നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ നോക്കി വെച്ച ഒരു ഫോണിൽ നല്ല ക്യാമറ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ബാറ്ററി എന്ന് പറയുന്നത് കുറച്ച് ആവറേജ് ബാറ്ററി ലെവലാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഫോണിൽ ബാറ്ററി ഒക്കെ വളരെ സൂപ്പറാണ്, പക്ഷേ ക്യാമറ എന്ന് പറയുന്നത് കുറച്ച് ആവറേജ് സാധനമാണ് എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യും, ബേസിക്കലി നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്ക് ക്യാമറ കുറച്ച് അടിപൊളിയായിട്ട് വേണം, കാരണം എൻ്റെ പ്രൊഫഷൻ എനിക്ക് കുറച്ചുള്ള വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്, ബാറ്ററി കുറച്ച് ആവറേജ് ആയാലും കുഴപ്പമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫോണായിരിക്കും സെലക്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് സാധനമാണ്. നമുക്ക് ബെനിഫിറ്റ് ഏതാണ് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഈ ഒരു തിയറി, ക്ലാസിക്കൽ ഡിസിഷൻ തിയറി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം അത് തന്നെയാണ്. നമ്മൾ ഇത് ഈ പേജ് പോവാണ്ട് പേജ് മൂവ് ചെയ്യാണ്ട് ക്ലാസ് എടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ഇത് പുതിയതായിട്ട് തോന്നുന്നത്. നമ്മൾ ആ പ്രോബ്ലം ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ ഏറ്റവും നല്ല വാല്യൂ ഉള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇത്രയാണ് അതിൻ്റെ കീ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ദ മോഡൽ ഓഫ് എക്കണോമിക് മാൻ ആൻഡ് വുമൺ ആണ്. ഈ ഒരു ഇക്കണോമിക് മാൻ ആൻഡ് വുമൺ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു കൺസെപ്റ്റാണ് എക്കണോമിക് മോഡൽ ഓഫ് എക്കണോമിക് മാൻ ആൻഡ് വുമൺ എന്ന് പറയുന്നത്. ഇവര് ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ തിയറി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹ്യൂമൻസ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നത് എക്കണോമിക്കലി ആണെങ്കിൽ അങ്ങനെ നമുക്ക് എപ്പോഴും ലാഭമുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുക എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉള്ള, കുറഞ്ഞ ലോസ് നമുക്ക് അധികം ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രൊഫിറ്റും ബെനിഫിറ്റും ലോസ് ഒക്കെ നോക്കിയിട്ട് വളരെ ലോജിക്കലായിട്ടാണ് ഡിസിഷൻ ആൾക്കാർ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്കണോമിക് മാൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്നത്. ഈ ഒരു മോഡൽ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഈ എക്കണോമിക് മാൻ ആൻഡ് വുമൺ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഹ്യൂമൻസ് എന്ന് പറയുന്നത് എല്ലാ ഓപ്ഷൻസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യും. ബെസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ആ സാധനത്തിൽ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഇമോഷൻസ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ലോജിക്കലി നമുക്ക് ലാഭമുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്. അവിടെ ഇമോഷൻസിന് വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല.
എടുക്കുന്നില്ല. പ്യുവറായിട്ട് ലോജിക്കലായിട്ടുള്ള സാധനങ്ങളായിരിക്കും എന്തെടുക്കുക, ഇവിടെ എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഒരു ബയാസ് ഒന്നും ഇല്ലാണ്ട് എന്താ പറയുക, വളരെ സെലക്റ്റീവായിട്ട് കുറച്ചും കൂടെ വാല്യൂ കാൽക്കുലേഷൻസോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എന്തെടുക്കുന്നത്, ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒന്നുമില്ല, നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കി നോക്കൂ. നിങ്ങൾ ഒരു ഷൂ വാങ്ങിക്കാൻ പോയി, നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ കയറി, അവിടെ ഒരു നമ്മൾ ഉദ്ദേശിച്ചൊരു ഷൂവിന് 500 ആണ്, വേറൊരു ഷോപ്പിൽ കയറിയപ്പോൾ ഒരു 300 ആണ്. നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഒബ്വിയസ്ലി നമ്മൾ 300 ഉള്ള ഷോപ്പായിരിക്കും നമ്മൾ ആ സാധനത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ എക്കണോമിക്കലി ആണ് കുറച്ചും കൂടെ സാധനം പറയുന്നത്. അതിനെയാണ് കുറച്ചും കൂടെ എക്കണോമിക് മാൻ ആൻഡ് വുമൻ കൺസെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ സമയത്തും നമുക്ക് ആ എക്കണോമിക് മാൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ചില സമയങ്ങളിൽ നമ്മളുടെ ചോയ്സുകൾ മാറാം എന്നുള്ളത് ഇതിന് വരുന്ന ഒരു ക്രിറ്റിസിസം ആണ് കേട്ടോ. നമുക്ക് നോക്കാനുള്ളത് സബ്ജക്റ്റീവ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറിയാണ്. ഈ എല്ലാ തിയറീസും ഏതാണ്ട് നമ്മൾ ക്ലാസിക്കൽ ഡിസിഷൻ മേക്കിംഗ് തിയറി പറയുന്നതിന്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരൊക്കെ വളരെ വലുതാണ്, സബ്ജക്റ്റീവ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി എന്നൊക്കെ. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വ്യക്തിപരമായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം. തിയറി എന്ന് പറഞ്ഞാൽ ഓൾറെഡി തിയറി തന്നെ. അപ്പം എന്താ ഓവറോൾ ഇത് എന്താ പറയുന്നത്? നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എനിക്കിപ്പോൾ എന്താ അതുകൊണ്ട് ഒരു ഗുണം, അതാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് സബ്ജക്റ്റീവ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി പറയുന്നത്. അല്ലെങ്കിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്, അങ്ങനെയാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക എന്നാണ് ആര് പറയുന്നത്? ഈ സബ്ജക്റ്റീവ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോവാണ്. സോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്കണോമിക് മാൻ ആൻഡ് വുമൺ ഒക്കെ ഇതിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു 500ന്റെ ഷൂ ഒരു ഷോപ്പിലും 300ന്റെ ഷൂ ഒരു ഷോപ്പിലും ആണെങ്കിൽ നമ്മൾ 300 ചൂസ് ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമുക്ക് എന്താ ഇതിൽ ലാഭമുള്ള 200 എനിക്ക് ഇതിൽ ലാഭമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആയിട്ടാണ് ഈ ഒരു സാധനത്തിനെ പറയുന്നത്. അപ്പം എനിക്ക് എന്താ കിട്ടുക, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ഓൾസോ ഫോക്കസസ് ഓൺ പ്രോബബിലിറ്റി. നമുക്ക് ഇത് നടക്കാനുള്ള ചാൻസ് എത്രയുണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡിസിഷൻ ഒരു വാലിഡിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ ഒരു സാധനം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഡിസിഷൻ, ഈ ഒരു സാധനം എനിക്ക് എത്ര പ്രാധാന്യമുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് പരിഗണിക്കും എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റീവ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കോഴ്സാണ്, അതിന്റെ ജോലിയുടെ ചാൻസ് എന്ന് പറയുന്നത് ഒരു മീഡിയം ആണ്. മറ്റേത് ടഫ് ആയിട്ടുള്ള കോഴ്സാണ്, പക്ഷെ സാലറി ചാൻസ് ഒക്കെ ഭയങ്കര ഹൈ സാലറി ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം എന്താണ്, ഡിപ്പെൻസ്, ഓരോ വ്യക്തികളും ഒരു സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുമോ അല്ലെങ്കിൽ റിസ്ക് ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുമോ എന്നുള്ളത് അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ സബ്ജക്റ്റീവ് തോട്ടാണ്. എനിക്കിപ്പോൾ ഇതിൽ എന്താ കിട്ടുക, ഓക്കെ, എനിക്ക് വലിയ ഫിനാൻഷ്യൽ ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ മതി എന്നാണ് എൻ്റെ സബ്ജക്റ്റീവ് ഫീലെങ്കിൽ ഐ മേ ചൂസ് സെക്കൻഡ് ഓപ്ഷൻ, അല്ലേ? സോറി, ദ ഫസ്റ്റ് ഓപ്ഷൻ. എന്താ പറയുക, ഈസിയാണ്, കോഴ്സ് ഈസിയാണ്, പക്ഷെ അത്ര സാലറി ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അങ്ങനെയല്ല, എനിക്കിത് കിട്ടിയേ പറ്റൂ, ഇങ്ങനെയാണ് എന്നുണ്ടെച്ചെങ്കിൽ ഞാൻ എന്ത് ചൂസ് ചെയ്യും? ഫസ്റ്റ് വൺ തന്നെ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പം അതിൻ്റെ പേരൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു തിയറി വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഹ്യൂറിസ്റ്റിക്സ് ആണ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ടൊന്നും തിങ്ക് ചെയ്യാണ്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് വേഗത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് കട്ട് തിങ്കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഹ്യൂറിസ്റ്റിക്കിനെ പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് സമയം വളരെ കുറവാണെന്ന് വിചാരിക്കാം, ഒരു കാര്യം ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സഡൻ ആയിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കും. അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് ഒന്നും നമുക്കില്ല, അപ്പോൾ നമ്മൾ സഡൻ ആയിട്ടൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിസിഷൻ എടുക്കും. അപ്പം എന്താ, അതിനെയാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. വളരെ തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അവിടുത്തെ എന്ത് ചെയ്യുന്നില്ല,
മെനു ഒന്നും നോക്കണില്ല അവിടെ എന്തൊക്കെ ഫുഡ് ഉള്ളതെന്ന്. അവിടെ നിങ്ങൾ നോക്കുകയാണ്, നിങ്ങൾക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അപ്പൊ ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടലിൽ കാണുന്നുണ്ട്, സോ ഈ ഒരു ഹോട്ടലിൽ ഫുഡ് വളരെ നല്ലതാവും എന്ന് കണ്ടോ. അപ്പൊ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉപയോഗിച്ച ഒരു ഷോർട്ട് കട്ട് എന്ന് വെച്ചിട്ട് ഞാൻ ആ ഹോട്ടലിൽ തന്നെ പോകാൻ നിർബന്ധിതമാവുകയാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു ഡിസിഷൻ എടുത്തു, ഈ 2-3 ഓപ്ഷൻസിൽ ഈ ഹോട്ടലാണ് നല്ലത്, കാരണം അവിടെ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഐഫോണിന്റെ ക്യാമറ ക്വാളിറ്റി ഒക്കെ വളരെ നല്ലതാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഐഫോൺ വാങ്ങിക്കുന്നു, മനസ്സിലായോ. നേരെ ചെന്നിട്ട് ഡിസൈഡ് ചെയ്യണം, അതിന്റെ മുകളിൽ റിസർച്ച് ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഷോർട്ട് കട്ടിങ് മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റിവ്യൂസ് കൂടുതലുള്ള ഒരു സാധനം ആൾക്കാർ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ഈ പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് ഉണ്ട്, റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക് ഉണ്ട്, ആങ്കറിംഗ് ഹ്യൂറിസ്റ്റിക് ഉണ്ട്. ഓക്കെ, ഇപ്പൊ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വേർ ജഡ്ജ്മെന്റ്സ് റിലേ ഓൺ ഈസിലി റീകോൾഡ് എക്സാമ്പിൾസ്. എന്താണ്, നമ്മൾക്ക് എപ്പോഴാണ് നമ്മളുടെ ജഡ്ജ്മെന്റ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് അതാണ് മനസ്സിൽ വന്നത്, അതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നമ്മുടെ തലയിൽ ക്ലിക്ക് ആയത് ആ ഒരു ഷോർട്ട് കട്ടാണ്. സോ അതിനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രോബബിലിറ്റി നമ്മൾ സിമിലാരിറ്റി വെച്ചിട്ട് നോക്കുക, എന്ന് വെച്ചാൽ ഇന്ന സമയത്ത് ഇന്നത് ഓക്കെ ആയിരുന്നു, അപ്പൊ ഈ സമയത്ത് ഇന്നത് ഓക്കെ ആവും. സോ അവിടെ ഒരു സിമിലാരിറ്റീനെ വെച്ചിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അതിനെയാണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ആങ്കറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ വാല്യൂ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് എന്ന്. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എളുപ്പം ഓർമ്മ വരുന്നത് അല്ലെ, പെട്ടെന്ന് ഇപ്പം എന്താ പറയുക, നമ്മൾ ഭയങ്കര ഇപ്പം റീസെന്റ് ആയിട്ട് നമ്മൾ ഈ എയർ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് കേസുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുകയാണ്, ഓക്കെ ഈ റോട്ടിൽ കൂടെ ആ ഒരു ഇപ്പൊ എന്താ പറയുക, ലൈക്ക് ആ ഒരു ഏരിയ, അവിടെ ആക്സിഡന്റ് ഉണ്ടാവുന്ന ആക്സിഡന്റ് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ആ ഒരു ഏരിയ ഭയങ്കര ഡേഞ്ചർ ആണ്, അപ്പൊ അതിലൂടെ ട്രാവൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമ്മളങ്ങോട്ട് അതിൽ കൂടെ പോകണ്ട, ആ റൂട്ട് നമുക്ക് പോകണ്ട എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ആക്ച്വലി അവിടെ അങ്ങനെ ആക്സിഡന്റ് ഉണ്ടാവുന്ന ഒരു സ്ഥലമൊന്നും ആയിരിക്കില്ല, മേ ബി ആ റീസെന്റ് ഡേയ്സിൽ കുറച്ച് ആക്സിഡന്റ് മേ ബി സംഭവിച്ചിരിക്കാം. പക്ഷെ ആ ഒരു പെട്ടെന്ന് തലയിൽ വന്നൊരു സാധനം അതായതുകൊണ്ട് ആ റോഡ് വേണ്ട എന്ന് നമ്മളങ്ങ് കട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ വല്ല പ്ലെയിൻ ക്രാഷ് ഒക്കെ നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഒരു 2 വീക്സിലൊക്കെ അടുപ്പിച്ച് ന്യൂസ് കണ്ടാലേ നമ്മൾ ഫ്ലൈറ്റ് ജേർണി ഒഴിവാക്കുക. അതൊക്കെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. റെപ്രസെന്റേറ്റീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ സെയിം ആയിട്ട് തോന്നിയാൽ അങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, എസ്യൂം ചെയ്യാണ്. ഇപ്പം ഒരാൾ ഭയങ്കര ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയില്ലേ, ചില സ്പെക്സ് ഒക്കെ വെച്ച കുട്ടികളോട് നമ്മൾ പറയും ഓ ഇവൻ ഭയങ്കര ബുജിയാണ് എന്നൊക്കെ. അപ്പൊ സ്പെക്സ് ഒക്കെ വെച്ചാല് എപ്പോഴും ബുക്സ് ഒക്കെ വായിച്ചിരുന്ന നമ്മളത് വിചാരിക്കുകയാണ് ഇവൻ ആ ക്ലാസ്സിലെ ടോപ്പർ ആണ് എന്ന്. എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരു അപ്പിയറൻസ് കൊണ്ട് മാത്രം നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ്. അതാണ് റെപ്രസെന്റേറ്റീവ്നെസ്സിൽ വരുന്നത്. ഓക്കെ, ഇപ്പം എന്താ പറയുക, ഭയങ്കര ഹുഡിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന ഒരാളെ ഓക്കെ ഇയാൾ വില ടെക്കി ആയിരിക്കാം, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ അസംഷൻസ് എടുക്കുക. അതിനെയാണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് ആണെങ്കിലോ, നമുക്ക് ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു സാധനം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോ എന്താ പറയുക, ഇപ്പൊ പല മാർക്കറ്റിംഗ് കമ്പനികൾ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും, 499 പറയും 500 പകരമായിട്ട്, ചിലർ 500 പറയും. അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുക, 1 രൂപയാണ് വ്യത്യാസമുള്ളൂ, പക്ഷെ നമുക്ക് എന്തായിരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഈ 499 ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മൾ ചില ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് ആങ്കറിങ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് വാസ് ഓൾ ക്ലിയർ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫെല്ലസീസ് ആണ് കേട്ടോ. ഫെല്ലസീസ് എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേം ആണ്. ഒരു തെറ്റിയിട്ട് നമ്മളൊരു റീസണിങ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ലോജിക്കൊക്കെ വെച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷൻ എത്തുന്നതാണ് ഫെല്ലസീസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ശരിയാണെന്നൊക്കെ തോന്നും, പക്ഷെ റിയലി അതെന്തായിരിക്കും, തെറ്റായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു സ്റ്റുഡന്റ്, ഒരു കുട്ടി പറയാണ് ടോപ്പേഴ്സ് എല്ലാവരും സ്പെക്സ് വെക്കുന്ന ആൾക്കാരാണ്, സോ ഞാൻ സ്പെക്സ് വെക്കും, അതുകൊണ്ട് ഞാനൊരു ടോപ്പറാണ് ഈ ക്ലാസ്സിൽ എന്ന് വിചാരിച്ചാൽ അത് ശരിയായിക്കൊള്ളണം എന്നുണ്ടോ? ഇല്ല അല്ലെ.
ലോജിക്കലി അത് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് തെറ്റാണ്. ആ കുട്ടി എന്തായിക്കോളണമെന്നില്ല, നല്ല ടോപ്പറൊന്നും ആയിക്കോളണം എന്നില്ല. അപ്പൊ ഈ ഡിസിഷൻ മേക്കിങ്ങില് ഫെല്ലസീസ് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എന്താ വെച്ചാല് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ഷോർട്ട് കട്ട്സ്, അതുപോലെ തന്നെ റോങ് അസംഷൻസ്, ഇതൊക്കെ കാരണം കൊണ്ട് നമ്മൾ തെറ്റായ ഡിസിഷൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ഫെല്ലസീസ് എന്ന് പറയുന്നത്. അതിലെ എന്താ പറയുക, ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹാസ്റ്റി ജനറലൈസേഷൻ നടത്തുക എന്ന് വെച്ചാൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ വലിയൊരു ഡിസിഷൻ അങ്ങ് എടുക്കുകയാണ്. നമ്മൾ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 റിവ്യൂസ് കണ്ടു, ചിലപ്പോൾ ആ റിവ്യൂസ് പെയ്ഡ് പ്രൊമോഷൻ പോലെ കൊടുത്തതായിരിക്കും. പക്ഷെ അപ്പോൾ ലോജിക്കലി നമുക്കത് കറക്റ്റാന്ന് തോന്നും, പക്ഷെ നമ്മൾ ആ പ്രൊഡക്റ്റ് ഒട്ടും നല്ലതായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും അവർ റിവ്യൂ പെയ്ഡ് പ്രൊമോഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക മേ ബി. അപ്പോൾ നമ്മൾ അത് ആ 2 റിവ്യൂ മാത്രം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ ഡേ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ നമുക്ക് അത്ര നല്ലതല്ലാത്തൊരു ഫുഡ് കിട്ടി. അന്നേ ദിവസം മാത്രമായിരിക്കും അവിടുത്തെ ഫുഡ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവുക. പക്ഷെ അപ്പോൾ ലോജിക്കലി നമ്മൾ ചിന്തിക്കും നമ്മൾ എന്ത് ചിന്തിക്കും, ഈ റെസ്റ്റോറൻറ്റ് മൊത്തത്തിൽ ബാഡ് ആണെന്ന് ചിന്തിക്കും. ലോജിക്കലി അത് കറക്റ്റാണ്, പക്ഷേ അതെന്താണ്, അത് ശരിയായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അപ്പം ഞാനും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. അതും ഒരു തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫെല്ലസീസ് എന്ന് പറയുന്നത്. ഓക്കെ.